ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പൂർണ്ണ ദണ്ഡവിമോചനവും ഭാഗിക ദണ്ഡവിമോചനവും സിസ്റ്റർ വീഡിയോസ് ഇടുകയാണ് ഈ നാളുകളിൽ. നമ്മൾ ഒരുക്കത്തിൻ്റെ നാളുകളാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് സ്വർഗം ലക്ഷ്യം വെച്ച് നിത്യജീവൻ ലക്ഷ്യമാക്കി പോവുകയാണ്. ഭാഗിക ദണ്ഡവിമോചനത്തിൽ ഒരെണ്ണം സിസ്റ്റർ ഇപ്പോൾ നമ്മൾ വിശ്വാസ പ്രമാണം മനസ്സിലാക്കും. അത് സിസ്റ്റർ വീഡിയോ പിന്നീട് ഇടാം. ഒരു പ്രെയർ ഏറ്റുചൊല്ലി നമ്മളിപ്പോൾ ഭാഗിക ദണ്ഡവിമോചനം പറയുകയാണ് സിസ്റ്റർ. ഇത് നിങ്ങൾ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് ശേഷമോ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കണ്ണുകൾ അടച്ച് ഈ പ്രാർത്ഥന ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോൾ ഭാഗിക ദണ്ഡവിമോചനം അതിലേതൊക്കെ വരണേന്ന് സിസ്റ്റർ ശരിയായൊരു വീഡിയോ പിന്നീട് ഇടും. ഇപ്പോൾ നമുക്ക് ഭാഗ്യ ദണ്ഡവിമോചനത്തിൻ്റെ ഒരു ഉദാഹരണം നോക്കാം. മിശിഹായുടെ ആത്മാവേ, മിശിഹായുടെ ആത്മാവേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. മിശിഹായുടെ തിരുശരീരമേ, മിശിഹായുടെ തിരുശരീരമേ, എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ. മിശിഹായുടെ തിരുരക്തമേ, മിശിഹായുടെ തിരുരക്തമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ, എന്നെ ലഹരി പിടിപ്പിക്കണമേ. മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, മിശിഹായുടെ തിരുവിലാവിലെ വെള്ളമേ, എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ. മിശിഹായുടെ കഷ്ടാനുഭവമേ, മിശിഹായുടെ കഷ്ടാനുഭവം, എന്നെ ശക്തിപ്പെടുത്തണമേ. എന്നെ ശക്തിപ്പെടുത്തണമേ. നല്ല ഈശോയെ, നല്ല ഈശോയെ, എന്റെ അപേക്ഷ കേൾക്കണമേ. എന്റെ അപേക്ഷ കേൾക്കണമേ. അങ്ങേ മുറിവുകളുടെ മുറിവുകളുടെ ഇടയിൽ എന്നെ മറയ്ക്കണമേ. എന്നെ മറയ്ക്കണമേ. അങ്ങയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ എന്നെ ഒരിക്കലും അനുവദിക്കരുതേ. ദുഷ്ടശത്രുക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. എന്റെ മരണസമയത്ത് എന്നെ വിളിക്കണമേ. അങ്ങേ പരിശുദ്ധാത്മാവിനോട് നിത്യം അങ്ങയെ സ്തുതിക്കാൻ എനിക്ക് ശക്തി തരണമേ. ആമേൻ. അപ്പൊ ഇങ്ങനെ ഒരു പ്രാർത്ഥന, കൊച്ചു പ്രാർത്ഥന നമ്മള് ചെറുപ്പനാളുകളിൽ സിസ്റ്റേഴ്സ് നമ്മളെ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്. ആദ്യ ദിവ്യ കുർബാന സ്വീകരണം കഴിയുമ്പോൾ നിങ്ങൾ ഈശോ വന്നു കഴിയുമ്പോൾ നന്ദി പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഈശോയുടെ തിരുരക്തമേ എന്നെ കഴിയുമ്പോൾ ഈശോയുടെ തിരുശരീരമേ. ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഭാഗിക ദണ്ഡവിമോചനം ഉണ്ട്. ഇത് നിങ്ങൾ എഴുതി വെക്കണം നോട്ട്ബുക്കിൽ. എന്നിട്ട് ഭാഗിക ദണ്ഡവിമോചനത്തിന് ഈ പ്രാർത്ഥന കുർബാന സ്വീകരണത്തിന് ശേഷമോ അല്ലെങ്കിൽ നമുക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഒറ്റയ്ക്കിരുന്ന് നമ്മൾ വല്ലപ്പോഴും ഒന്ന് ചെല്ലുക. നമ്മൾ ചെയ്ത പാപത്തിന് ഭാഗിക ദണ്ഡവിമോചനം കിട്ടി. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ സിസ്റ്റർ ഒരു ഉദാഹരണമായിട്ട് ആമുഖമായിട്ട് പറഞ്ഞതാണ്. അടുത്ത വീഡിയോയിൽ എന്തൊക്കെയാണ് ഭാഗിക ദണ്ഡവിമോചനം എന്ന് സിസ്റ്റർ പറയാം. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.